വെൽക്കം ടു കിഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിനെ കുറിച്ച്. അത് നമ്മുടെ വീഡിയോയിലൊന്നും ആദ്യമേ പറയാത്തത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരേണ്ടതുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളാൽ പറ്റുന്ന വിധം നിങ്ങൾക്കും സഹായം ചെയ്യാവുന്നതാണ്. അത് 50 രൂപയോ 100 രൂപയോ എത്രയോ ആയിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു തുകകളും സംഭാവന ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുമായി ചേർന്ന് അതൊക്കെ ചെയ്യുക. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ഒത്തിരി കുഞ്ഞു കുട്ടികളുടെയും ഒക്കെ ജീവൻ പോയിട്ടുണ്ട്, അതേപോലെ വലിയവരുടെയും. അപ്പോൾ എല്ലാവർക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊന്നും നമ്മുടെ ഒന്നും സ്ഥലത്ത് ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. നമ്മളാ കഴിയുന്ന വിധം നമുക്ക് പങ്കുചേരാം. അപ്പോൾ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണും, വയനാട്ടിൽ അവരുടെ പാലമൊക്കെ തകർന്നു പോയപ്പോൾ ആർമി വന്നിട്ട് ഒരു പാലം നിർമ്മിച്ചു കൊടുത്തു. ആ പാലത്തിൻ്റെ പേരാണ് ബെയ്ലി പാലം. അതിൻ്റെ പിന്നിൽ ഒരേ ഒരു വനിതാ എഞ്ചിനീയറേ ഉണ്ടായിരുന്നുള്ളൂ, മേജർ സീത അശോക് ഷെൽക്കെ. ഇത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓർത്ത് വെക്കണം. അടുത്ത ഓരോ കിസ് വീഡിയോസൊക്കെ വരുമ്പം ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാവുന്നതാ. അപ്പോൾ ഈ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ബെയ്ലി പാലത്തിന് ഒരു ചരിത്രമുണ്ട്, അതിനെക്കുറിച്ചാണ്. പാലം പണി ഹോബിയാക്കിയ ബെയ്ലി എന്ന ബ്രിട്ടീഷുകാരനിൽ നിന്നും ഇങ്ങ് വയനാട്ടിൽ രക്ഷാകരം തീർക്കാനെത്തുന്ന ബെയ്ലി പാലത്തിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. എന്താണ് ബെയ്ലി പാലത്തിൻ്റെ ചരിത്രമെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ഹോബികളിലൊന്നായിരുന്നു പാലങ്ങളുടെ നിർമ്മാണം. 1936 അദ്ദേഹം പാലത്തിൻ്റെ ആശയം മുന്നോട്ട് വെച്ചു. എന്നാൽ അക്കാലത്ത് അതൊരു പ്രായോഗിക പദ്ധതിയായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാല സമയത്ത് 1940 ഒരു കവറിന് പിന്നിൽ അദ്ദേഹം തൻ്റെ പാലത്തിൻ്റെ ആശയം വരച്ചു. 1941 ഫെബ്രുവരി 14 മെയ് 1 ഒരു പൂർണ്ണ വലിപ്പമുള്ള പാലം നിർമ്മിക്കാൻ സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. റാൽഫ് ഫ്രീമാന്റെ സഹായത്തോടെ ബെയ്ലി പാലം നിർമ്മിച്ചു. 1940 ഡിസംബറിൽ ആരംഭിച്ച് ഡോർസെറ്റിൽ അവർ പാലം പരീക്ഷിച്ചു. പിന്നീട് 1941 അവർ ഒരു നദിക്കു കുറുകെ പാലം സ്ഥാപിക്കുകയും അത് ശക്തമാണെന്ന് ഉറപ്പാക്കാൻ കനമുള്ള ടാങ്കുകൾ കയറ്റുകയും ചെയ്തു. ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കുമടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിൻ്റെ മുകളിലൂടെയാണ് ഇവർ ആദ്യമായി പാലം നിർമ്മിച്ചത്. അത് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. 1941 ജൂലൈയിൽ പാലത്തിൻ്റെ പൂർണ്ണ നിർമ്മാണം ആരംഭിച്ചു. 1941 ഡിസംബറോടെ ആദ്യത്തെ ബെയ്ലി പാലങ്ങൾ സൈന്യം ഉപയോഗിച്ചു. പിന്നീട് 1942 വടക്കേ ആഫ്രിക്കയിലെ കോർപ്സ് ഓഫ് റോയൽ എഞ്ചിനീയർമാർ ഇത് ഉപയോഗിച്ചു. ഒടുവിൽ ഈ പാലങ്ങൾക്ക് ഡൊണാൾഡ് ബെയ്ലിയുടെ പേര് നൽകുകയായിരുന്നു. ഈ പാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ വേഗത്തിലും വഴക്കത്തിലും നിർമ്മിക്കാൻ കഴിയുന്നവയാണ് ബെയ്ലി പാലങ്ങൾ. നിർമ്മാണത്തിന് ധാരാളം സ്ഥലവും പണവും സമയവും എടുക്കുന്ന പരമ്പരാഗത പാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതത് സൈറ്റിൽ തന്നെ പെട്ടെന്ന് യോജിപ്പിക്കാനും വേർപെടുത്താനും വേണ്ടിയാണ് ബെയ്ലി പാലങ്ങൾ നിർമ്മിക്കുന്നത്. പാലത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കും. ഉയർന്ന നിലവാരമുള്ള ഇവ ഭാരം കുറഞ്ഞതായിരിക്കും. ബെയ്ലി പാലത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗത്തെ ബെയ്ലി പാനൽ എന്ന് വിളിക്കുന്നു. ഈ പാനലുകൾ ചതുരാകൃതിയിലുള്ള സ്റ്റീൽ ഫ്രെയിമുകളാണ്. അവ പലതരം പാലങ്ങൾ നിർമ്മിക്കാൻ വ്യത്യസ്ത രീതികളിൽ ഒന്നിച്ചു ചേർക്കാനാകും. ബോൾട്ടുകൾ ഉപയോഗിച്ച് പാനലുകൾ ബന്ധിപ്പിച്ച് മറ്റു ഭാഗങ്ങളുമായി യോജിപ്പിച്ച് പാലം വേഗത്തിൽ നിർമ്മിക്കുന്നു. പാലങ്ങൾ വികസിപ്പിച്ച് മുൻകൂട്ടി നിർമ്മിച്ച പാലത്തിൻ്റെ ഭാഗങ്ങൾ ആ പ്രദേശത്ത് വച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് പതിവ്. ഇവ കൂട്ടിച്ചേർക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമില്ല.
ആവശ്യമായ ഭാഗങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോകാനും കഴിയും. പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തും നിർമ്മാണ പദ്ധതികളിലും താൽക്കാലിക പാതകൾ സൃഷ്ടിക്കാൻ നിരവധി പാലങ്ങൾ ഉപയോഗിച്ചു പോരുന്നുണ്ട്. ഉരുക്കും തടിയുമാണ് പാലത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. വലിയ ഭാരമില്ലാത്ത രീതിയിൽ നിർമ്മിക്കുന്ന ഇവ ചുമന്നുകൊണ്ടുപോകാനും കഴിയും. കേരളത്തിൽ ആദ്യമായി റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെയാണ് ബെയിലി പാലങ്ങൾ നിർമ്മിച്ചത്. 36 വർഷം പഴക്കമുള്ള പാലം 1996 നവംബർ 8 തകർന്നു വീഴുകയായിരുന്നു. ഇതോടെ 2 മാസക്കാലം പാലം ഉപയോഗിച്ചു. അതിനുശേഷം കേരളത്തെ നടുക്കിയ ഇപ്പോഴുള്ള വയനാട് ഉരുൾപൊട്ടലിലാണ് കേരളത്തിൽ നമ്മുടെ സൈന്യം ഇത് നിർമ്മിച്ചത്.